ഇന്ത്യക്കാരിയായ യുവതിയോട് അഗാധമായ പ്രണയം. അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ യുവാവിനെ പിടികൂടി. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. താൻ ഏറെ നാളായി പ്രണയിക്കുന്ന യുവതിയെ നേരിൽ കാണാനാണ് നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും യുവാവ് സമ്മതിച്ചു. അതിർത്തി ഭേദിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയ 22-കാരനെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇയാളുടെ വരവിന് പിന്നിൽ എന്ത് തരം ഉദ്ദേശമാണ് എന്നതാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ജമ്മു കാശ്മീർ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിൽ 2 ലഷ്കർ നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഒരു ഭീകരൻ പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് എന്നും ആയതിനാൽ തന്നെ ഇവരുടെ നിർദ്ദേശപ്രകാരമാണോ ഇയാൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്നതാണ് തിരയുന്നത്. ഇന്ത്യൻ യുവതിയോട് പ്രണയം നടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമായിരുന്നോ ഇതിന്റെ പിന്നിലെന്നും സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതേസമയം മെയ് മാസത്തിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയത്. മെയ് 31-ന് ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖ കടക്കുന്നതിനിടെ തന്നെ അറസ്റ്റിലായ സീഷ്മിൻ എന്ന പാക് അധിനിവേശ കാശ്മീരിനെ 2026 ജൂലൈ 4-ന് തിരിച്ചയച്ചതായി തന്നെ സൈന്യം എക്സ്പോസ്റ്റിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാരാമുള്ളയിലെ തുൽവാരി ഗ്രാമത്തിലെ യുവതിയുമായി തന്നെ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു പാക് യുവാവ് അടുപ്പം സ്ഥാപിച്ചത്. കുടുംബത്തിന്റെ ബാധ്യതകളും കഷ്ടപ്പാടുകളുമായിരുന്നു പാക് യുവാവിന്റെ ചാറ്റുകളിൽ അധികവും തന്നെ. മനസ്സലിവ് തോന്നിയ യുവതിയാകട്ടെ ഇന്ത്യയിലേക്ക് പോരാൻ ഇവിടെ ഇയാളോട് പറയുകയാണ് ചെയ്തത്. അതിർത്തി കടക്കാൻ ഉടൻ തന്നെ സൈന്യത്തിന് മുന്നിൽ, അതായത് അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുവാനും നിയമവിരുദ്ധമായി എത്തിയതാണ് എന്നതിനുള്ള ശിക്ഷ പൂർത്തിയാക്കുവാനും ശേഷം ഒരുമിച്ച് ജീവിക്കാം എന്നതായിരുന്നു ഇരുവരും പദ്ധതിയിട്ടിരുന്നത്. അതിർത്തി കടന്നുകൊണ്ട് കിഴക്കൻ ആ ഒരു മേഖലയിലേക്ക് അവിടെ എത്തുകയും അവിടുന്ന് കീഴടങ്ങാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യൻ സൈന്യം പാക് യുവാവിനെ പിടികൂടുകയാണ് ചെയ്തത്. പാക് യുവാവിന്റെ മൊഴി സത്യമാണോ എന്നറിയാൻ തന്നെ യുവതിയിൽ നിന്നും സൈന്യം വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ കാമുകനെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നതായിരുന്നു യുവതിയുടെ അഭ്യർത്ഥന എന്നതാണ് ഇവിടെ സൈന്യമടക്കം വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിലാണ് 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തുവന്നത്. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ-ഇ തൊയ്ബയിലെ പ്രമുഖ ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ട്. ലഷ്കർ-ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാക്കിർ അഹമ്മദ് ഖാനി, ഇയാളുടെ സഹായിയായ ലത്തീഫ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം ശക്തമാകുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യവും കേന്ദ്ര പ്രദേശത്തെ പോലീസും CRPF-ഉം സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടയിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലാണ് സംഭവം നടന്നത്. ഇവിടെ അമിത്ഷായുടെ ഇന്ത്യൻ സേന വളരെയധികം ഊർജിതമായി തന്നെ പണിയെടുക്കുന്നു എന്നതാണ് ഇവിടെ തെളിവാകുന്നതും. മാത്രമല്ല, ഒരു ഭീകരരെ പോലും ഭാരത മണ്ണിൽ വെച്ചു പൊറപ്പിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ കൂടെയാണ് ഇവിടെ അമിത്ഷാ നൽകിയിരിക്കുന്നത്. അമർനാഥ് യാത്രയോടനുബന്ധിച്ചുകൊണ്ട് അവിടെ ആ ഒരു പ്രദേശത്തുടനീളം തന്നെ കനത്ത ജാഗ്രതയും സുരക്ഷാ പരിശോധനകളും തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നതായി തന്നെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാൻ യുവാവിനെ കൂടി പിടികൂടി ഇന്ത്യൻ സൈന്യം തിരികെ പാകിസ്ഥാനിലേക്ക് തന്നെ അയച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.